ഹലോ, നമുക്ക് ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സൗണ്ട് വേവ്സ് ശബ്ദതരംഗങ്ങൾ എന്ന് പറയുന്ന പാഠത്തിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ എന്ത് കാര്യം പഠിക്കുമ്പോഴും മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ പഠിച്ച അതേ ക്വസ്റ്റ്യൻസും നമുക്ക് പരീക്ഷയ്ക്ക് വിചാരിക്കാൻ പറ്റില്ലല്ലോ, എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക, അത് അപ്ലൈ ചെയ്യാൻ പാകത്തിന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ആരും പേടിച്ച് ടെൻഷനാവോ കാര്യങ്ങളോ ഒന്നും വേണ്ട, വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ശബ്ദതരംഗങ്ങൾ സൗണ്ട് വേവ്സ് എന്താണെന്ന് നോക്കാം. എന്താണ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇങ്ങനെ ഉള്ള ഒരു ഫോമിലാണ് എന്ത് പറയുന്നത്, തരംഗം, വേവ് എന്ന് പറയുന്നത്. ഒരു അപ്പർ ഭാഗം ഉണ്ടാവും, ഒരു ലോവർ ഭാഗം ഉണ്ടാവും അല്ലെ. ഉയർന്ന ഭാഗവും താഴ്ന്ന ഭാഗവും ഉണ്ടാവും, ശൃംഗാംഗർത്തം എന്നൊക്കെ പറയും. അപ്പോൾ സൗണ്ട്, ശബ്ദം എന്ന് പറയുന്നത് എന്താ, ഇങ്ങനെ ഒരു രീതിയിലാണിത് ട്രാവൽ ചെയ്യുന്നത്. ശബ്ദം എന്ന് പറയുന്നത്, അതായത് ഞാൻ സംസാരിക്കുന്നത് മറ്റൊരു വ്യക്തിയുടെ അടുത്തേക്ക് എത്തുന്നത് ഒരിക്കലും സ്ട്രെയിറ്റ് ലൈനിലല്ല, നേർരേഖയിലല്ല. ഇങ്ങനെയാണ് ആ ശബ്ദം സഞ്ചരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു രൂപത്തിനെയാണ് നമ്മൾ തരംഗം എന്ന് പറയുന്നത്. അപ്പോൾ സൗണ്ട് വേവ്സ് അല്ലെങ്കിൽ ശബ്ദ തരംഗങ്ങൾ, അതിന്റെ കുറച്ച് പ്രത്യേകതകളും കാര്യങ്ങളുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതിന്റെ ഒന്നാമത്തെ ഭാഗമാണിത് മുഴുവനും. ഈ ചാപ്റ്റർ മുഴുവനും ഇതിനകത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് തുടങ്ങുന്നത് തന്നെ നോക്കൂ. ഒരു കുട്ടി ഊഞ്ഞാലാടുകയാണ്. അപ്പൊ ഈ ഊഞ്ഞാലാടുന്ന ഈ കുട്ടി പറയാണ്, 5 ആട്ടമേ ആയിട്ടുള്ളൂ ടീച്ചർ. അപ്പൊ അടുത്ത് നിൽക്കുന്ന കുട്ടി പറയാണ്, ടീച്ചർ ഈ കുട്ടി 10 ആട്ടം കഴിഞ്ഞു, ഇനി ഇറങ്ങാൻ പറയൂ എന്നാണ് പറയുന്നത്. അപ്പോ എങ്ങനെയാണ് ഈ ആട്ടം കണക്കാക്കുന്നത്, ഈ ഒരു ഓസിലേഷൻ, ഈ സ്വിങ്ങിന്റെ, ഊഞ്ഞാലിന്റെ സ്വിങ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിനെ നമ്മൾ ദോലനം, ഓസിലേഷൻ, ആ ഒരു മൂവ്മെന്റ്, ആ ഒരു ചലനത്തിന് പറയുന്ന പേരാണ് എന്ത്, ഓസിലേഷൻ അല്ലെങ്കിൽ ദോലനം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെയാണെന്നൊക്കെ നോക്കാം. ആദ്യം നോക്കൂ, ഇതൊരു ഊഞ്ഞാലായിട്ട് കൺസിഡർ ചെയ്യാം. ഒരു ഊഞ്ഞാല്. ഈ ഊഞ്ഞാല് എന്താ, ഇവിടെ ഇരിക്കുന്ന ഒരു കുട്ടി മുന്നോട്ട് പോയി തിരിച്ചിവിടെ വന്നു, പിന്നെ പിന്നോട്ട് പോയി തിരിച്ചിവിടെ വന്നു. അപ്പോഴാണ് എന്ത്, ഒരു ദോലനം പൂർത്തിയാവുന്നത്, ഒരു ഓസിലേഷൻ പൂർത്തിയാവുന്നത്. മനസ്സിലായോ? ഇവിടെ ഇരിക്കുന്ന ഊഞ്ഞാല് മുന്നോട്ട് പോയി തിരിച്ച് അതേ പൊസിഷനിൽ വന്നു, പിന്നോട്ട് പോയി തിരിച്ച് അതേ പൊസിഷനിൽ വരണം. അപ്പോഴാണ് ഒരു ഓസിലേഷൻ പൂർത്തിയാകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന ദൂരം, ഇവിടെ എ എന്ന് പറയുന്ന ദൂരമുണ്ട്. ഇനി ഇത് നോക്കൂ, ഈ പടത്തിന്റെ ഒരു ഇമേജിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്താ, ഓയിൽ നിന്ന് ബിയിലേക്ക് പോവും, പിന്നെ ബിയിൽ നിന്ന് ഓയിലേക്ക് വരും, പിന്നെ ഓയിൽ നിന്ന് എയിലേക്ക് പോവും, എയിൽ നിന്ന് ഓയിലേക്ക് വരും. ആ ഒരു ചലനത്തിന് പറയുന്ന പേരാണ് എന്ത്, ദോലനം. ഒരു ഡെഫിനിഷൻ ആയിട്ട് നോക്കിയേ, ഒരു വസ്തു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നതാണ് ദോലനം. Oscillation is a periodic motion in which an object moves to and fro at regular intervals of time about its equilibrium position. ഇതിനകത്ത് 2-3 വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. എന്താ, തുലനസ്ഥാനം, ഇക്വിലിബ്രിയം പൊസിഷൻ. എന്താ തുലനസ്ഥാനം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ ഊഞ്ഞാല് യാതൊരു അനക്കവും ഇല്ലാണ്ട് ഒരു പൊസിഷനിൽ നിൽക്കും അല്ലെ. ആരും തട്ടലോ മുട്ടലോ ഒന്നുമില്ലെങ്കിൽ അനങ്ങാതെ നമ്മുടെ ഊഞ്ഞാല് നിൽക്കും. ആ ഒരു പൊസിഷനെ പറയുന്ന പേരാണ്, സ്ട്രെയിറ്റ് ആയിട്ട് അനങ്ങാതെ നിൽക്കുന്ന പറയുന്ന പൊസിഷനെ പറയുന്ന പേരാണ് എന്ത്, ഈ ഓ എന്ന് പറയുന്നത് അങ്ങനെ ഒരു പൊസിഷനാണ്. അനങ്ങാതെ വിട്ട് കഴിഞ്ഞാൽ, നിർത്തി കഴിഞ്ഞാൽ ഊഞ്ഞാൽ അവിടെ നിൽക്കും. ഈ ഓ എന്ന് പറയുന്ന പൊസിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, തുലനസ്ഥാനം എന്ന് പറയുന്നത്, അതായത് ഇക്വിലിബ്രിയം പൊസിഷൻ. ഇനി കൃത്യമായ ഇടവേളകളിൽ, റെഗുലർ ഇന്റർവെൽസ്, കൃത്യമായ ഇടവേളകളിലാണ്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന സമയം ദൂരവും തന്നെ എടുക്കും, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പറയുന്ന ദൂരവും അത് തന്നെ എടുക്കും. കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നതാണ്, ടു ആൻഡ് ഫ്രോ മോഷൻ ആണെന്നാണ് പറയുന്നത്. ടു ആൻഡ് ഫ്രോ, ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. ഓ എന്ന് പറയുന്ന ഇക്വിലിബ്രിയം, തുലനസ്ഥാനത്ത് നിന്നും ആദ്യം ബിയിലേക്ക് പോയി, ബിയിൽ നിന്ന് തിരിച്ച് ഓയിലേക്ക് വന്നു, ഓയിൽ നിന്ന് തിരിച്ച് എയിലേക്ക് പോയി, എയിൽ നിന്ന് തിരിച്ച് ഓയിലേക്ക് വന്നു. അപ്പൊ നോക്കൂ, ഈ ഓയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരവും എ എന്നാണ് സൂചിപ്പിക്കുന്നത്, സ്മോൾ ലെറ്റർ എ. അതേ സ്മോൾ ലെറ്റർ എ തന്നെയാണ് എന്ത്, ഓയിൽ നിന്ന് എയിലേക്കുള്ള ദൂരവും സൂചിപ്പിക്കുന്നത്. അതായത് ഈ ദൂരവും എന്താണ്, തുല്യമാണ്.
അപ്പൊ ദോലനം എന്താന്ന് മനസ്സിലായല്ലോ? ഒന്നും കൂടെ നോക്കിയേ. ഓസിലേഷൻ ഈസ് എ പീരിയോഡിക് മോഷൻ in which an object moves to and fro at regular intervals of time about its equilibrium position. ഒരു വസ്തു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നതാണ് ദോലനം. അല്ലെ, നമ്മുടെ ആ പെൻഡുലം ക്ലോക്കിന്റെ കാര്യം ഒന്ന് ഓർത്തു നോക്കൂ. പെൻഡുലം ക്ലോക്ക് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ കറക്റ്റ് ഇന്റർവെൽസിൽ എന്താണ്? ടു ആൻഡ് ഫ്രോ മോഷൻ ആണ്. ഇരുവശത്തേക്കും അതിന്റെ ചലനമുണ്ട് അല്ലെ. അതാണ് ദോലനം എന്ന് പറയുന്നത്. ഇനി ഈ ദോലനം എന്ന് പറയുന്നത്, ഓസിലേഷൻ എന്ന് പറയുന്ന ആ ചലനത്തിന്റെ കുറച്ച് പ്രത്യേകതകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കിയേ, ഒന്നാമത്തെ പോയിന്റ് ആണ് ആയതി, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആയതി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ്. ആയതി എന്ന് പറഞ്ഞാൽ എന്താണ്? തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിന്റെ അളവാണ് ആയതി. എന്താ? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ടു വൺ സൈഡ് ഓഫ് ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ ഈസ് ആംപ്ലിറ്റ്യൂഡ്. അതായത് നമ്മുടെ തുലന സ്ഥാനം, ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഏറ്റവും ദൂരത്തിലുള്ള സ്ഥാനാന്തരം, ഏറ്റവും മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ടു വൺ സൈഡ്, അതിനെയാണ് എന്ത് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതിനപ്പുറം അതിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോ ഈ ഒ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റ് വരെയാണ് അതിന് ഏറ്റവും കൂടുതൽ പോകാൻ പറ്റുള്ളൂ, ഈ വശത്തേക്ക്. അതുപോലെ ഒ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റ് വരെ ഇതിന് മാക്സിമം പോകാൻ പറ്റുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഇതിന് പോകാൻ പറ്റില്ല. അതിനെയാണ് ആയതി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. The magnitude of maximum displacement to one side from its equilibrium position is amplitude. തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിന്റെ അളവാണ് എന്ത്? ആയതി എന്ന് പറയുന്നത്. ഇനി അതിനെ സൂചിപ്പിക്കുന്നത് സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്ന ഇത് വെച്ചിട്ടാണ്. ആയതിയുടെ SI യൂണിറ്റ് മീറ്റർ ആണ്. SI യൂണിറ്റ് എന്താന്ന് വിശദമായിട്ടൊക്കെ നമുക്ക് +1 പഠിക്കാനുണ്ട്. ഇപ്പൊ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. SI യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേൾഡ് വൈഡ് ആയിട്ട് ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും ആ ഒരു യൂണിറ്റിന് വ്യത്യാസം ഉണ്ടാവില്ല. അതായത് ഇപ്പൊ നിങ്ങൾ അമേരിക്കയിൽ പോയിട്ട് ആംപ്ലിറ്റ്യൂഡിന്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ് അല്ലേ? നമ്മുടെ നാട്ടില് പണ്ടത്തെ അളവുകളൊക്കെ ഉണ്ട്. മറ്റെന്താ ഈ കിലോ അല്ല, അതിനെന്താ പറയാ, ഒരു നാഴി, ഇരുനാഴി എന്നൊക്കെ പറയില്ലേ? അതെന്താ? അത് നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള അളവ് മാത്രമാണ്. നമ്മൾ അമേരിക്കയിൽ ചെന്നിട്ട് ഒരു നാഴി അരി തരുമോ എന്ന് അടുത്ത വീട്ടിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമോ? ഇല്ല അല്ലെ? അപ്പോൾ അത് നമ്മുടെ സ്ഥലങ്ങളിൽ, നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു യൂണിറ്റ് ആണ്. SI യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോകത്ത് എവിടെ പോയി കഴിഞ്ഞിട്ട് ആംപ്ലിറ്റ്യൂഡിന്റെ യൂണിറ്റ് മീറ്റർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരത് അക്സെപ്റ്റ് ചെയ്യും, അവർക്കത് മനസ്സിലാവും. അങ്ങനെ വേൾഡ് വൈഡ് ആയിട്ട് ഉള്ള ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് എന്ത്? SI യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആയതി എന്താണെന്ന് മനസ്സിലായി. ആയതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ്. അതിന്റെ SI യൂണിറ്റ് മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് എന്തായിരുന്നു? ഓസിലേഷൻ, ദോലനം എന്താണെന്ന് മനസ്സിലായി. ഒന്ന് ഓർത്തു നോക്കൂ. ഓസിലേഷൻ, ദോലനം എന്താണെന്ന് മനസ്സിലായി. അതിന്റെ ഒരു പ്രത്യേകതയായിട്ടുള്ള ആയതി, ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലായി. അടുത്തത് പീരിയഡ്. എന്താ? ഒരു ദോലനത്തിന് ആവശ്യമായ സമയത്തെ പീരിയഡ് എന്ന് പറയുന്നു. The time taken for one oscillation is called period. അതായത് ഒരു ദോലനം അല്ലെങ്കിൽ ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു പോയിന്റിൽ നിന്ന്, ഒരു ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്ന്, തുലന സ്ഥാനത്ത് നിന്ന് ഇരുവശത്തേക്കും പോയിട്ട് വരണം. ടു ആൻഡ് ഫ്രോ മോഷൻ കംപ്ലീറ്റ് ചെയ്യണം. അതല്ലേ ഒരു ദോലനം, ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത്? അതിനെടുക്കുന്ന സമയം, അതാണ് എന്ത്? പീരിയഡ് എന്ന് പറയുന്നത്. ദ ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ ഈസ് കോൾഡ് പീരിയഡ്. ഒരു ദോലനത്തിന് ആവശ്യമായിട്ടുള്ള സമയത്തെയാണ് എന്ത്? പീരിയഡ് എന്ന് പറയുന്നത്. അതിനെ സൂചിപ്പിക്കുന്നത് ടി എന്ന് പറയുന്ന അക്ഷരം, ക്യാപിറ്റൽ ലെറ്റർ ടി എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ്. ടി. അതിന്റെ SI യൂണിറ്റ് എന്താ? സെക്കൻഡ് ആണ്. സെക്കൻഡ്, ഇത്ര സെക്കൻഡ് കൊണ്ട് പോയിട്ട് വന്നു. അതായത് ഒരു ഊഞ്ഞാല് ഒരു സ്ഥാനത്ത് നിന്നും പുറകിലേക്ക് പോയി, പിന്നെ അതേ സ്ഥാനത്ത് വന്നു, പിന്നെ മുന്നോട്ട് വന്നു, പിന്നെ അതേ സ്ഥാനത്ത് വന്നു, പിന്നെ മുന്നോട്ട് പോയി, പിന്നെ അതേ സ്ഥാനത്ത് വന്നു. ഇതല്ലേ ഓസിലേഷൻ എന്ന് പറയുന്നത്?
അങ്ങനെ ഒരു ഓസിലേഷൻ, ഒരു ദോലനം കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്തെയാണ് എന്ത്, പീരിയഡ് എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് SI യൂണിറ്റ് സെക്കൻഡ് ആണ്. T എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് അത് സൂചിപ്പിക്കുന്നത്. അതാണ് പീരിയഡ്. ഇനി നമുക്ക് പീരിയഡിന്റെ ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്. പീരിയഡ് എന്ന് പറയുന്നത്, T എന്ന് പറയുന്നത് ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ, ആകെ സമയം ഡിവൈഡഡ് ബൈ ദോലനങ്ങളുടെ എണ്ണം. കണക്കൊക്കെ ചോദിക്കാൻ വളരെ സിമ്പിൾ ആണ്. കണക്കൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ പീരിയഡ് എന്താണെന്ന് മനസ്സിലായി, അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും മനസ്സിലായി. ഈ ചാപ്റ്ററിൽ ഒരു 5-6 ഇക്വേഷൻസ് ഉണ്ട്. എല്ലാം എളുപ്പമുള്ളതാണ്, മനസ്സിലാക്കണം. വെറുതെ കാണാപാഠം പഠിച്ച് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺഫ്യൂഷനോ. മനസ്സിലാക്കി. ഇപ്പോൾ ഒരു പീരിയഡ് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് പീരിയഡ് കണ്ടുപിടിക്കാനുള്ളത് ഇക്വേഷൻ നമുക്ക് ഓർക്കാമല്ലോ. മനസ്സിലായില്ലേ? അടുത്തത്, ഇനി അടുത്ത ഓസിലേഷൻ, ദോലനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ആവൃത്തി, ഫ്രീക്വൻസി എന്ന് പറയുന്നത്. എന്താണ് ആവൃത്തി? ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ് ഈസ് കോൾഡ് ഫ്രീക്വൻസി. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. അതായത് ഒരു സെക്കൻഡ് കൊണ്ട് എത്ര ദോലനം, ചിലപ്പോൾ ഒരു പകുതി ദോലനമായിരിക്കും നടക്കുന്നത്, ചിലപ്പോൾ 2 ദോലനങ്ങൾ നടക്കാം, ചിലപ്പോൾ 10 ദോലനങ്ങൾ നടക്കാം, 10 ഓസിലേഷൻസ് നടക്കാം. അതിനെയാണ് നമ്മൾ ആവൃത്തി എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് എന്താണ്? ഹെർട്സ്, HZ, ഹെർട്സ് എന്നുള്ളതാണ് അതിന്റെ യൂണിറ്റ്. F എന്നുള്ള അക്ഷരം കൊണ്ടാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. ആവൃത്തി എന്താണ്? ഫ്രീക്വൻസി എന്താണ്? ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ് ഈസ് കോൾഡ് ഫ്രീക്വൻസി. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. അപ്പൊ പീരിയഡും ആവൃത്തിയും മാറിപ്പോവരുത്. പീരിയഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരു ഓസിലേഷൻ, ഒരു ദോലനം നടക്കാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കുന്നുണ്ട്, അതാണ് പീരിയഡ്. ഒരു സെക്കൻഡിൽ നടക്കുന്ന ഓസിലേഷൻസ്, ദോലനങ്ങളുടെ എണ്ണത്തിനാണ് എന്ത് പറയുന്നത്? ആവൃത്തി, ഫ്രീക്വൻസി എന്ന് പറയുന്നത്. എന്താണെന്ന് മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ എന്തൊക്കെയാ ഇതിനകത്ത് നോക്കിയത്? ഈ ചാപ്റ്ററിൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങളെ നമ്മൾ നോക്കിയിട്ടുള്ളൂ. എന്തൊക്കെയാ? ദോലനം, ഓസിലേഷൻ എന്താണെന്ന് പഠിച്ചു. എന്താ? ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി, ഇക്വിലിബ്രിയം പൊസിഷനെ വച്ചിട്ട് ടു ആൻഡ് ഫ്രോ മോഷൻ, ഇരുവശങ്ങളിലേക്കും ഉള്ള ഒരു മോഷനാണ്. എങ്ങനെ നടക്കണം? ഈ റെഗുലർ ഇന്റർവെൽസിൽ നടക്കണം, കൃത്യമായ ഇടവേളകളിൽ നടക്കണം. അങ്ങനെയുള്ള ഒരു മോഷൻ, അങ്ങനെയുള്ള ഒരു ചലനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദോലനം എന്ന് പറയുന്നത്. അപ്പൊ ദോലനം എന്താണെന്ന് മനസ്സിലായി. ആയതി, ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലായില്ലേ? തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിന്റെ അളവ്, അതിനപ്പുറം അത് പോകാൻ പറ്റില്ല. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ടു വൺ സൈഡ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ്. അതിന്റെ SI യൂണിറ്റ് മീറ്റർ ആണ്. അപ്പോൾ ആയതി, ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലായി. പീരിയഡ് എന്താണെന്ന് മനസ്സിലായി. ഒരു ദോലനത്തിന് വേണ്ടി എടുക്കുന്ന സമയത്തിനെ പീരിയഡ് എന്ന് പറയുന്നു. അടുത്തത് എന്താ? അതിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, നമുക്ക് ഇക്വേഷൻ ചെയ്യുമ്പോൾ ഒന്നുകൂടെ നമുക്ക് പറയാം. ആവൃത്തി, ഫ്രീക്വൻസി എന്താണ്? ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. അതിന്റെ യൂണിറ്റ് ഹെർട്സ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിക്കുന്നുള്ളൂ. അത് 2-3 പ്രാവശ്യം അത് എഴുതി വെക്കണം കേട്ടോ. നോട്ടായിട്ട് എഴുതി ഇതിന്ന് തന്നെ ഡെഫിനിഷൻ എഴുതി വായിച്ച് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, നമുക്ക് പറഞ്ഞു തരാം. അപ്പൊ നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ജസ്റ്റ് ജോയിൻ ചെയ്യുക. അതിനകത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മളെ പോലെയുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഓക്കെ, അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.